ഞാൻ കാസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണേ, ഒരു മൂവിയാണ്. അപ്പോൾ അതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നോട് ചോദിക്കുകയാണ്, നമുക്ക് എന്താ ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഫോർ ലൈക്ക് പാരൻസിനെ കൊണ്ടുവരാൻ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. വിത്ത് എഗ്രിമെൻ്റ് ആണ്, എല്ലാ കാര്യങ്ങളും, നോ പ്രോബ്ലം. ആൻഡ് ഷീസ് ലൈക്ക്, അനാഥരാണെങ്കിൽ പാരൻസിനെ എങ്ങനെ കൊണ്ടുവരും? ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഗാർഡിയനായിട്ട് ആരെ വേണോ കൊണ്ടുവരാം, നോ പ്രോബ്ലം. അപ്പോൾ ആ കുട്ടി എന്നോട് എടുത്ത് ചോദിക്കുകയാണ്, ഞാൻ ആണിനെയോ പെണ്ണിനെയോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂമിൽ അവരെയും നിർത്താൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ ആ കുട്ടി ഈ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് എടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആളുടെ ഇൻറ്റൻഷൻ വേറെ എന്തോ ആണ്. ഓക്കെ, സിമ്പിൾ, നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇൻഡക്ഷൻ ഒന്നുമല്ല, ആരെയോ കൊണ്ടുവരുന്നു, ആ കുട്ടി എന്തോ ആയിക്കോട്ടെ. പക്ഷേ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തോ സംതിങ് റോങ് ഉണ്ടെന്ന് ആ കുട്ടി ചിന്തിച്ചത് കൊണ്ടിട്ടായിരിക്കുമല്ലോ എന്നോട് ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കുന്നത്. വാട്ടെവർ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളത് അലോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഓക്കെ ആയിട്ടുള്ളവരുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ നമുക്കത് ഓക്കെ അല്ല. നിങ്ങളെന്തിനാ പേഴ്സണൽ കാര്യമൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്? ഞാൻ വന്നിട്ട് അഭിനയിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ഒന്നാമത്തെ കാര്യം, പേഴ്സണൽ കാര്യം എന്താ അന്വേഷിക്കുന്നതെന്ന് ഞാൻ ആ കുട്ടിയോട് വേറൊന്നും സംസാരിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സാധാരണ ഈ 9 to 6 അല്ലെങ്കിൽ 9 to 5 ഒക്കെ ഉള്ള ജോബിന് തനിക്ക് ഈ സേഫ്റ്റി പർപ്പസിൻ്റെ ഇഷ്യൂ കാരണം അയ്യോ എനിക്ക് പേടിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഏതെങ്കിലും ഗാർഡിയനെ അല്ലെങ്കിൽ അനാഥ ആയത് കൊണ്ടിട്ട് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ ലെവലിൽ നിൽക്കുന്ന ആരെങ്കിലും താൻ കൊണ്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ എത്ര ദിവസം ജോലി ചെയ്യും, എത്ര ദിവസം ചിക്കിലി ഉണ്ടാക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തായാലും തന്നെ കാസ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല, ഇൻട്രസ്റ്റഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങ് ഒഴിവാക്കി. ഓക്കെ, ഫിലിമിൽ എന്നുള്ളതല്ല, ജോബിലും എല്ലാത്തിലും അതിൻ്റേതായ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും ഇഷ്യൂസും എല്ലാം ഉണ്ടായിരിക്കും. അതൊരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് കരുതിയിട്ട് മൂവി എന്ന് പറയുന്നത് വെറുതെ വെറുതെ ഇരിക്കുന്ന ഒരാളെ കഴിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നമ്മൾ ഈ ബിരിയാണി കൊടുക്കുമ്പോഴത്തേനും അവരൊരു തവണയെങ്കിലും എടുത്ത് കഴിച്ച് നോക്കും എന്ന് പറയുന്നത് പോലെ ഒരു ചാൻസ് കിട്ടുമ്പോൾ അതിനെ എന്തെങ്കിലുമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ടല്ലോ, അത് മൂവിക്കകത്ത് നന്നായിട്ടുണ്ട്. സിനിമയാണോ, നിങ്ങൾ സാലറി മേടിക്കുന്നുണ്ടോ, ഇറ്റ്സ് എ ജോബ്. നിങ്ങൾ നിങ്ങളുടെ ടാലൻറ്റ് കാണിച്ചിട്ട് കാശ് മേടിച്ചിട്ട് പോകുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള റിസോർട്ടോ ഇല്ലെങ്കിൽ വെക്കേഷനോ പോകുന്നൊരു സ്ഥലമല്ല മൂവി.